വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആ വിഷയത്തിൽ അധികം സംസാരിക്കാൻ കാശിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ രക്ഷാവർത്താനം അവിടെ നിർത്തി വേറെ വിഷയം എടുത്തു. കുഞ്ഞിനെ ഓടിച്ചു കൊടുത്ത് കഴിഞ്ഞതും കാശി കുഞ്ഞിൻ്റെ മുഖത്ത് പറ്റിയതെല്ലാം തുടച്ചു കൊടുത്ത് ഇട്ടിരുന്ന ബനിയനിൽ ഭക്ഷണം പറ്റിയത് കൊണ്ട് ഊരി മാറ്റി കാശി കുഞ്ഞിനെ ദക്ഷിൻ്റെ അടുത്തിരുത്തി കിച്ചണിലേക്ക് നടക്കാൻ നിൽക്കുമ്പോഴാണ് കോളിമ്പലി കണ്ടത്. ആരോഗ്യ സംശയത്തിൽ പോയി നോക്കിയ കാശി കാണുന്നത് സ്റ്റൈലിൽ ഒരു ബാഗും തൂക്കി നിൽക്കുന്ന പാച്ചുവിനെയാണ്. എടതി കം ബാക്ക്. എങ്ങനെയുണ്ട് സർപ്രൈസ്? ടീഷർട്ടിന് മുമ്പിലുള്ള ഹാങ് ചെയ്തിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചുകൊണ്ട് പാച്ചു ചോദിച്ചു. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേടാ? കാശിയുടെ ഒറ്റ ചോദ്യത്തിൽ അതുവരെ ചിരിയോടെ നിന്നിരുന്ന പാച്ചു കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ നിന്നു. ഒരാഴ്ച അവധിയാണ്. എന്താ അവധി? പാച്ചു തപ്പിപ്പെറുക്കി പറഞ്ഞത് കേട്ട് കാശി മാറിൽ കൈകൾ പിടിച്ച് കെട്ടി കട്ടിലെ പടിയിൽ ചാരി എന്നുകൊണ്ട് ചോദിച്ചു. വെറുതെ തന്നതാ, എഴുതി മാറിയേ, ഞാനെന്നെ ഉണ്ടാവുകയൊന്ന് കാണട്ടെ. കാശി പറഞ്ഞത് കേട്ട് അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ പറഞ്ഞു. അവിടെ നിൽക്ക്, കാര്യം പറഞ്ഞിട്ട് നീ ഉള്ളിലേക്ക് കയറിയാൽ മതി. കാശി തീർത്ത് പറഞ്ഞത് പാച്ചു ദയനീയതയോടെ അവളെ നോക്കി. അത് പിന്നെ എഴുതി ഒരു സസ്പെൻഷൻ കിട്ടി. ആ അങ്ങനെ പറ. ആട്ടെ, എത്ര ദിവസം വരെയാ സസ്പെൻഷൻ കിട്ടിയത്? 1 വീക്ക്. എന്തിനാ കിട്ടിയത്? ജസ്റ്റ് ഒരു അടിപിടി. പല്ല് മുഴുവനും കാണിച്ച് ഇളിച്ചുകൊണ്ട് പാച്ചി പറഞ്ഞതും കാശി അവനെ തുറപ്പിച്ചു നോക്കി. നീ എന്താ പാച്ചു ബാഗൊക്കെ ആയിട്ട്? നിനക്ക് ക്ലാസ് ഇല്ലേ? കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്ന് രക്ഷി പാച്ചുവിനോട് ചോദിച്ചതും കാശി ചിരി കടിച്ചു പിടിച്ച് പാച്ചുവിനെ നോക്കിയതും അവൻ കാശിയെ നോക്കി പറയില്ലെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവന് കോളേജിൽ ആർട്സാണ് പോലും, അതാണ് പോകുന്നത് അല്ലേടാ? ആ അതെ. രണ്ടുപേരും പറഞ്ഞ് വിശ്വാസമാകാതെ രക്ഷൊന്നും പോയി. നീ അകത്തേക്ക് പോ പാച്ചു, ഞാൻ കഴിക്കാനെടുക്കാം. അത് പറഞ്ഞ് കാശി വേഗം അവിടുന്ന് തടി തപ്പി കിച്ചണിലേക്ക് പോയി. ചെറിയച്ഛൻ്റെ ഉണ്ടാപ്രിയേ. പാച്ചു ദക്ഷിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയെടുത്ത് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് വേഗം അവിടുന്ന് വലി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാച്ചുവിനോട് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം കാശി കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബെഡിൽ മലർന്നു കിടന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂടുന്ന ദക്ഷിണിയാണ്. തൻ്റെ നെഞ്ചിലൊന്ന് പഞ്ഞിക്കെട്ട് അമർന്നത് പോലെ തോന്നിയതും ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്ന് ദക്ഷി കാണുന്നത് അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ്. ആച്ചയുടെ കണ്ണിന് നീ ഉറങ്ങിയില്ലേ? ദക്ഷി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് ചോദിച്ചതും കുഞ്ഞാപ്പി അവനെ നോക്കി പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് ദക്ഷിൻ്റെ നെഞ്ചിൽ മുഖം പൂറ്റി കിടന്നതും ദക്ഷി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് കാശി ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ ദക്ഷിൻ്റെ നെഞ്ചിൽ കിടന്ന് കുഞ്ഞിനെ ഉറങ്ങിയിരുന്നു. ഇരുവരെയും ഒന്ന് നോക്കി കാശി ഡോർ ലോക്ക് ചെയ്ത് കുഞ്ഞിനെ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി AC-യുടെ തണുപ്പ് കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ട്രിം ലൈറ്റ് ഇട്ട് ബെഡിൽ പോയി കിടന്നു. ഇന്നെന്തെത്ര ആലോചന? ദക്ഷിണെ ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് കാശി ചോദിച്ചു. ഒന്നുമില്ലടി, വെറുതെ. കാശിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദക്ഷു പറഞ്ഞു. വെറുതെ ആലോചിക്കാൻ എന്താണോ കാര്യം? കെട്ടിക്കാനായ മക്കളൊന്നുമില്ലല്ലോ. കെട്ടിക്കാനായ മക്കളുള്ളവർക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? കാശിയുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ദക്ഷു പറഞ്ഞു. എടാ അസുരം തേണ്ടി, എനിക്ക് വേദനിച്ചൂട്ടോ. കാശി അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ച് ദക്ഷിപ്പിച്ച് എടുത്ത് ഒഴിഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് മുഖം വീർപ്പിച്ച് അവൻ്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി ബെഡിൽ തിരിഞ്ഞു കിടന്നു. തിരിഞ്ഞു കിടക്കുന്ന കാശിയെ നോക്കി ദക്ഷി തന്നെ നെഞ്ചിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിനെ പതിയെ ബെഡിലേക്ക് കിടത്തി കവളിൽ ചുംബിച്ച് കാശിയുടെ നേരെ തിരിഞ്ഞു കിടന്ന് പുറം തിരിഞ്ഞു കിടക്കുന്ന അവളുടെ വായിലൂടെ കൈയിട്ട് വലിച്ച് അവനോട് ചേർന്നു. വിട്രാ എന്നെ, നീ എന്നെ തോടണ്ട. വയറിലാമെന്ന ദക്ഷിൻ്റെ കൈകൾ എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കാശി പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് ദക്ഷ അവളെ തന്നെ നേരെ തിരിച്ചു കിടത്തി കൂടുതൽ വരിഞ്ഞു മുറുക്കി ഡ്രിം ലൈറ്റിൻ്റെ വെട്ടത്തിൽ തിളങ്ങുന്ന നോസ് റിങ്ങിൽ അവൻ അമർത്തി ചൂണ്ടിച്ചു. എൻ്റെ കാശി, എന്തിനാ ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കുന്നത്? അവളുടെ വീർത്ത കവളിൽ കടിച്ചുകൊണ്ട് ദക്ഷി ചോദിച്ചതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. നീ എന്നെ വഴിതെരിക്കും പോടാ ആസുരൻ തേണ്ടി. കാശി ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് ദക്ഷ അവളുടെ ചുണ്ടുകൾ കടിച്ചെടുത്ത് വായിലാക്കിയതും കാശി ഒന്ന് ഞെട്ടി. പിന്നെ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ദക്ഷ അവൾ ഉടുമ്പ് പിടിച്ചതുപോലെ പിടിച്ചത് കൊണ്ട് അവൾക്ക് അവനെ തള്ളി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ആദരങ്ങളെ നുഴഞ്ഞുവിട്ട് ദക്ഷിണ നാവ് അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചതും കാശി ഒന്ന് നീങ്ങിക്കൊണ്ട് കണ്ണുകളടിച്ച് അവനെ ഉറക്കപ്പെടുന്നു. അവൻ്റെ ദേഹത്ത് അമർന്ന അവളുടെ ശരീരം അവനിൽ പതിയെ ചൂട് പിടിപ്പിച്ചു തുടങ്ങിയിരുന്നു. ശ്വാസം വിലങ്ങിയതും അവളുടെ ആദരങ്ങളെ മോചിപ്പിച്ച് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഒപ്പം കൈകൾ അവളിൽ ഒഴുകി നടന്ന് വസന്തം തീർത്തു. കാശിയുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞെരമ്പിൽ ദക്ഷിൻ്റെ പല്ലുകളായി നിന്നും കാശി ഒന്ന് പെടിഞ്ഞു പൊങ്ങിയതും ദക്ഷി വീണ്ടും അവൾ ബെഡിലേക്ക് തന്നെ അമർത്തി വെച്ച് കടിച്ചേർത്ത് ചുണ്ടുകൾ കൊണ്ട് ചിത്രം വരക്കാനും അവളെ ചുംബിച്ചുണർത്താനും തുടങ്ങിയിരുന്നു. പെട്ടെന്ന് കുഞ്ഞൻ വിളിച്ചതും വേഗം തന്നെ ഞെട്ടിപ്പിടിഞ്ഞ് ഇരുവരും അകന്ന് മാറി നോക്കുമ്പോൾ കാണുന്നത്
ബെഡിൽ ഉറക്കം മുറിഞ്ഞുരുണ്ടും പറഞ്ഞ് എണീക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെയാണ്. എന്താടാ കണ്ണാ? വേഗം തന്നെ ദക്ഷി കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നതും കുഞ്ഞിനവനെ നെഞ്ചിൽ കയറി കിടന്നു. ദക്ഷിണ നോക്കി പൊട്ടി വന്ന് ചിരി അടക്കി അവളും അവനെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ഒന്ന് ഉയർന്നു പൊങ്ങി ഇരുവരുടെയും കവളിൽ നെറ്റിയിലും ചുണ്ടുകൾ ചേർത്ത് ദക്ഷിണ നെഞ്ചിലേക്ക് ചേർന്ന് കുഞ്ഞിനെയും ദക്ഷിണയും ചുറ്റിപ്പിടിച്ച് കിടന്നതും ദക്ഷിണ ഇരുവരെയും പൊതിഞ്ഞു പിടിച്ച് കണ്ണുകളടച്ചു. തൻ്റെ മുന്നിലുള്ള CCTV ദൃശ്യത്തിൽ നോക്കിയിരിക്കുകയാണ് ദക്ഷിൺ. കൂടെ വേറെയും പോലീസുകാരുണ്ട്. മനോഹറിന്റെ കാർ ഒരു പാലത്തിന്റെ അടുത്ത് എത്തിയതും ഒരു ബ്ലാക്ക് സ്കോർപിയോ വന്ന് ആ കാറിന് കുറുകെ നിൽക്കുന്നതും ആ സ്കോർപിയോയിൽ നിന്നും കറുത്ത ഡ്രസ്സും മാസ്കും അണിഞ്ഞൊരു വ്യക്തി ഇറങ്ങി വന്നതും കാറിൽ നിന്നും മനോഹറിനെ പിടിച്ചു വലിച്ച് സ്കോർപിയോയിലിട്ട് കൊണ്ടുപോകുന്നതുമുള്ള ദൃശ്യങ്ങളായിരുന്നു. ഉടൻ തന്നെ ആ സ്കോർപിയോയുടെ നമ്പർ നോട്ട് ചെയ്ത് ഒപ്പമുള്ള പോലീസുകാരോട് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനും പറഞ്ഞ് ദക്ഷി വീണ്ടും ആ മുഖമുടിക്കാരനെ നോക്കി. തങ്ങൾ പലയിടത്തും വെച്ച് കാണാറുള്ള ഇയാളാണെന്ന് ദക്ഷിന് മനസ്സിലായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ പാച്ചുവിൻ്റെ പേര് തെളിഞ്ഞ് കണ്ടതും ദക്ഷി വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഏട്ടാ? കോൾ എടുത്ത പാടെ വിറയിലൂടെയുള്ള പാച്ചുവിൻ്റെ വിളി കേട്ടതും ദക്ഷിണെന്തോ പന്തികേട് തോന്നി. എന്താ പാച്ചുടാ? ഏട്ടാ, ഏട്ടത്തിയെ കാണാനില്ല. ഏത്? ഞങ്ങൾ പുറത്ത് വന്നതേട്ടാ. മാളിൽ വെച്ചാൽ കാണാതായത്. കുഞ്ഞിൻ്റെ കയ്യിലുണ്ട്. നീ അവിടെ മുഴുവൻ നോക്കിയോ? ഞാൻ നോക്കിയേട്ടാ. ഏട്ടത്തി ഇവിടെ ഇല്ല. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നീ പേടിക്കണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. നീ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് പോക്കോ. ആ ശരിയേട്ടാ. ഫോൺ വെച്ചതും ദക്ഷി ദേശത്തിൽ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. പിന്നെ ഫോണെടുത്ത് കാശിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തതും സ്വിച്ച് ഓഫ് എന്ന് മറുപടിയായിരുന്നു. കൂടെയുള്ള പോലീസ് ഓഫീസറിനെയും വിളിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ നേരത്താണ് ദക്ഷിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത്. അൺനോൺ നമ്പർ കണ്ടതും ദക്ഷിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഹൂ ആർ യു? കോൾ എടുത്തതും മറുപടി എന്നുള്ള ചിരി കേട്ട് ദക്ഷി ദേഷ്യത്തിൽ ചോദിച്ചു. ദേഷ്യപ്പെടാതെ ACP സാറേ. എന്താ ഭാര്യയെ കാണാനല്ലാതെ ടെൻഷൻ അടിച്ച് നടക്കുവാണോ? എന്താ ഇനി പേടിക്കണ്ട. സാറിൻ്റെ വൈഫേ എൻ്റെ അടുത്തുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയ? കൂൾ കൂൾ മാൻ. ഞാൻ സാറിൻ്റെ വൈഫിനൊന്നും ചെയ്യില്ല. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് വരാൻ. നീ പിന്നെ ഒറ്റക്കായിരിക്കണം. പോലീസ് ബുദ്ധി വല്ലതും ഇവിടെ എടുത്താ വൈഫിനെ പിന്നെ നീ കാണില്ല. നോ, അവളൊന്നും ചെയ്യരുത്. ഞാൻ വരാം. ദക്ഷി പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ആ കോള് കട്ടായിരുന്നു. കോള് വെച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ദക്ഷിൻ്റെ ഫോണിലേക്ക് കാശിയുള്ള ലൊക്കേഷൻ വന്നിരുന്നു. അപ്പോൾ തന്നെ ദക്ഷി കൂടെയുള്ളവരോട് വരണമെന്ന് പറഞ്ഞ് അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് നോക്കി അവിടുന്ന് വണ്ടിയും എടുത്ത് ഇറക്കി. ഫോൺ വെച്ച് ദക്ഷിനുള്ള ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞതും ആ വ്യക്തി തൻ്റെ അടുത്തുള്ള പെണ്ണിനെ ഒന്ന് നോക്കി. തങ്ങളുടെ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തിൽ അവളെ നോക്കി ചിരിച്ചതും അവളുടെ മുഖത്തും വിജയിച്ചിരി വിരിഞ്ഞു. എങ്കിലും പെട്ടെന്ന് ആ ചിരി ക്രൂരമായ ചിരിയിലേക്ക് വഴിമാറി. ലൊക്കേഷനിലെ പ്ലേസ് നോക്കി വന്ന് ദക്ഷി എത്തിപ്പെട്ടത് ആൾപ്പാർപ്പില്ലാത്തൊരു റബ്ബർ എസ്റ്റേറ്റിലായിരുന്നു. മുന്നിലുള്ള ഗേറ്റ് അടഞ്ഞു നിൽക്കുന്നത് കണ്ടതും ഹോൺ അടിച്ചതും ബ്ലാക്ക് ഡ്രസ്സിലുള്ള സെക്യൂരിറ്റി പോലെയുള്ള 2 ആളുകൾ ആ വലിയ ഗേറ്റ് തുറന്നു കൊടുത്തതും വാഹനമുള്ളിലേക്ക് പ്രവേശിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ ആ വഴി ഒരു വീടിന് മുന്നിൽ അവസാനിച്ചതും ദക്ഷി വണ്ടി ഒതുക്കി മുന്നോട്ട് നടന്നു. ഓരോ ചുവട് വെക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ കാശിയെക്കുറിച്ചുള്ള ആദ്യം കൂടിക്കൂടി വന്നു. ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും പാട്ട് കേട്ടതും ദക്ഷി ആരെയും കാണാതെ ആ സോങ് കേൾക്കുന്നിടത്തേക്ക് നടന്നതും പച്ചച്ചോരയുടെ രൂക്ഷമായ ഗന്ധം നാസികയിലേക്ക് തുളഞ്ഞു കയറിയതും ദക്ഷി പോക്കറ്റിലുള്ള കർച്ചീഫേഴ്സ് മൂക്ക് പൊത്തി പിടിച്ച് മുന്നോട്ട് നടന്നതും കണ്ടു തിരിഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തെ. ദക്ഷി വന്നതറിഞ്ഞതും ആ രൂപം പതിയെ തിരിഞ്ഞു നോക്കി. ACP സാർ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഭാര്യയോട് സ്നേഹമുണ്ടല്ലേ? എവിടെയാടാ കാശി? അവൾ ഇവിടെ നിന്ന് എനിക്ക് അറിയാം. എവിടെ അവള്? പെട്ടെന്നാണ് സൈഡിലുള്ള എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ ദക്ഷി കാണുന്നത് അവരുടെ അടുത്തേക്ക് വരുന്ന ബ്ലാക്ക് ജീനും ഹൂഡിയും ധരിച്ചൊരു രൂപത്തെ. ഹൂഡിയുടെ ക്യാപ്പിട്ടത് കൊണ്ട് മുഖം വ്യക്തമല്ല. ഇടത് കൈയിലുള്ള മൂർച്ചയേറിയ കത്തിയിൽ നിന്നും കൊഴുത്ത രക്തം താഴെ കുറ്റി വീഴുന്നു. ഒപ്പം ആ രൂപം വന്ന ഭാഗത്ത് നിന്ന് ആടേക്കോ കരച്ചിലുമൊക്കെ കേട്ടതും ദക്ഷിന്റെ നെറ്റി ചുളിഞ്ഞ് ഒപ്പം കാശിയെ കാണാനുള്ള ആദ്യം. കാശി എവിടെ? അവൻ തൻ്റെ മുമ്പിലുള്ള മാസ്ക് ഇട്ട വ്യക്തിയോട് ചോദിച്ചതും പെട്ടെന്നാണ് ആ ഹൂഡിയിട്ട രൂപം തൻ്റെ തലയിൽ ക്യാപ്പ് മാറ്റിയത്. കാശി? മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് ദക്ഷി വിശ്വാസം വരാതെ വിളിച്ചു. ദക്ഷിണെ നോക്കി കാശി കയ്യിലുള്ള കത്തി ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. കാശി നീ? ദക്ഷി അവളുടെ അടുത്തേക്ക് വന്നതും അതിന് മുമ്പായി കാശി തൻ്റെ കയ്യിലുള്ളത് അവൻ്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തിരുന്നു. ആരുടെയൊക്കെയോ അലറൽ കേട്ടാണ് ദക്ഷി കണ്ണു തുറന്നത്. പച്ചമാംസം വെന്തമണം മൂക്കിലേക്ക് ഇരച്ചു കയറിയതും അവൻ ഓക്കാനിക്കാനും വരുന്നത് പോലെ തോന്നി. അവൻ എണീക്കാൻ നിന്നതും കൈകൾ അവനിരിക്കുന്ന ചെയറിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുന്നിലേക്ക് നോക്കിയ ദക്ഷി
വേദനയിൽ കിടന്ന് പിടയുന്ന മനോഹരനെയാണ് കാണുന്നത്. അയാളുടെ ശരീരത്തിലുള്ള മുറിവിൽ കാശി മുളക് തേച്ച് പിടിപ്പിക്കുന്നതിനനുസരിച്ച് അയാൾ വേദന സഹിക്കാതെ കിടന്ന് പിടയുന്നുണ്ട്. കാശിയുടെ മുഖത്തെ ക്രൂരത നിറഞ്ഞ ഭാവം അവൻ അത്ഭുതപ്പെടുത്തി. അയാളുടെ വേദനയോടെയുള്ള അലറൽ അവളിൽ വല്ലാത്തൊരു ഉന്മാദം നിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തായി നേരത്തെ കണ്ട മുഖംമൂടിയിട്ട് ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം ഒന്നാണെന്ന് അവന് തോന്നി. പെട്ടെന്നാണ് ദക്ഷന്റെ ശ്രദ്ധ കുറച്ചു മാറി ഒരു ചേറിൽ ബന്ധസ്ഥനായിട്ടിരിക്കുന്ന ദേവകിയിൽ ഉറക്കുന്നത്. അവരുടെ ഭാവം മൂടിക്കെട്ടിയിട്ടുണ്ട്. നെറ്റിയിലെ മുറിവിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. മനോഹറിന്റെ കാശി ഉപദ്രവിക്കുന്നത് കണ്ടിട്ടാകാം അവരും നന്നായി ഭയന്ന് വിറക്കുന്നുണ്ട്. കാശി, നോ, വേണ്ട, അയാൾ ഒന്നും ചെയ്യരുത്. ചുറ്റിക എടുത്ത് പിടിച്ച് നിൽക്കുന്ന കാശിയെ നോക്കി ദക്ഷു പറഞ്ഞത് കേട്ട് കാശി അവനെ പൂച്ചിച്ച് നോക്കിക്കൊണ്ട് കയ്യിലുള്ള ചുറ്റിക കൊണ്ട് അയാളുടെ കാൽമുട്ട് ആഞ്ഞടിച്ചതും അയാളുടെ അലർച്ച അവിടെ മുഴങ്ങി. കാശി, നിന്നോടാണ്, അവർ വെറുതെ വിട് കാശി. ദക്ഷു പറഞ്ഞത് കേട്ട് കാശി അവനെ കത്തുന്ന മെഴുകിലോടെ നോക്കി. എന്താ പറഞ്ഞത്? അവർ വെറുതെ വിടുന്നു? ഒരിക്കലുമില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഈ വൈകാശി ഇത്രയും കാലം കാത്തിരുന്നത്. കൊല്ലു ഇവരെ ഞാൻ എൻ്റെ കൈ കൊണ്ട്, അത് വേദനിപ്പിച്ച് തന്നെ. അത് പറഞ്ഞ് കാശി കയ്യിലുള്ള ചുറ്റിക കൊണ്ട് അടിച്ചു. അയാളുടെ എല്ലുകൾ പൊടിഞ്ഞ അയാളുടെ വേദന അവളിൽ ലഹരിയായി പെയ്തിറങ്ങി. നിനക്കറിയോ, ഇതുവരെ ഈ സിറ്റിയിൽ നടന്ന കൊലപാതകമൊക്കെ ഞങ്ങൾ ചെയ്തതാ. എന്തിനാണെന്ന് നിനക്കറിയോ? എൻ്റെ കുടുംബം ഇല്ലാതാക്കിയതിന്, എൻ്റെ ചേച്ചിയെയും ചേട്ടായിയെയും കൊന്നതിന്, എല്ലാവരെയും ഈ കൈകൾ കൊണ്ടാ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടത്. എൻ്റെ അപ്പ ജീവനോടെ കത്തി വരുമ്പോൾ നോക്കി രസിച്ച് നിന്ന ഈ നായിൻ്റെ മക്കളുടെ മുഖം ഇന്ന് എൻ്റെ ഉള്ളിലുണ്ട്. അത് പറഞ്ഞ് കാശി ആ ചുറ്റിക കൊണ്ട് അയാളുടെ തലക്കടിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ പ്ലാനായിരുന്നു. നീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ഇവരെ തീർക്കാനായിരുന്നു ഉദ്ദേശം. അതുകൊണ്ടാ ഇതുപോലൊരു ഡ്രാമ നടത്തി നിന്നെ കൊണ്ട് കൊണ്ടുവന്നത്. ഇവർ തെറ്റ് ചെയ്തവരാണ്, അവർക്കുള്ള ശിക്ഷ കിട്ടുകയും വേണം. നീ അവരെ ഉപദ്രവിക്കാതെ നിയമത്തിന് വിട്ടുതരണം. എന്നിട്ട് എന്തിനാ ഇവർക്ക് ഇറങ്ങി പോരാനോ? അറിയാമോ ദക്ഷ എൻ്റെ ചേച്ചിയമ്മ എങ്ങനെയാ മരിച്ചതെന്ന്? അറിയോ? പൂർണ്ണ ഗർഭിണിയായിരുന്ന അവരെ ഒരു ദയവില്ലാതെയാ ഈ പൊന്ന നായിൻ്റെ മോൻ കടിച്ചു വലിച്ച് കൊന്നത്. അത് കണ്ട് ചങ്ക് പൊട്ടിയ എൻ്റെ ഏട്ടായി മരിച്ചത്.